എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ആൻ ടീച്ചർ ആകെപ്പാടെ ടെൻഷനായി പോയി. ഇന്ദ്രനാണെങ്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആൻ ടീച്ചർ നേരെ പല്ലവിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, അതെ പല്ലവി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാണ്. അങ്ങനെ പല്ലവിയും സേതും കൂടെ ഈ ആൻ ടീച്ചറിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് വന്നിട്ട് എന്താ ആൻ ടീച്ചർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് എന്താന്ന് ചോദിക്കാം. ഞാനിവിടെ ഇന്ദ്രനെ കണ്ടായിരുന്നു പറയണേ. ഏ, ഇന്ദ്രനെ കണ്ടായിരുന്നോ? അതെ, ഇപ്പൊ പോകുവാണെങ്കിൽ അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവൻ അധിക ദൂരം ഒന്നും പോയിട്ടുണ്ടാവില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലി പറഞ്ഞു, ബാ സേതു കേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ അന്വേഷിച്ച് പോകാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സേതു ഒരു മിനിറ്റ് നിൽക്കും, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. അല്ല, ആൻ ടീച്ചറിനെ അവന് മനസ്സിലായെന്ന് ചോദിക്കും. എന്നെ മനസ്സിലായി, ഞാൻ ഇന്ദ്രനാണ് ചോദിക്കുകയും ചെയ്യുന്ന പറയാ. അങ്ങനെയാണെങ്കിൽ ഇനി അവനെ നമ്മൾ അന്വേഷിച്ചു പോയിട്ട് കാര്യമില്ല. ഇപ്പോഴാ അവൻ പോയി ഒളിച്ചിട്ടുണ്ടായിരിക്കും. അവനെ ഒരാൾ തിരിച്ചു നിറഞ്ഞെന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ഇവിടെ നിൽക്കത്തില്ല. അയ്യോ, അങ്ങനെ ചോദിക്കണ്ടായിരുന്നില്ലേ? ഇവിടെ എങ്ങനെ മാറി നിന്നാൽ മതിയായിരുന്നില്ലേ? അവനെ കണ്ട ഭാവം നടിക്കണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവനെ പിടികൂടാൻ പറ്റുമായിരുന്നല്ലേന്ന് ചോദിക്കാം. ആ സാരമില്ല, ഇനി കുഴപ്പമൊന്നുമില്ല, അവനെ എപ്പോഴാണെങ്കിലും പിടികൂടും. ഞങ്ങളൊരു ഓപ്പറേഷൻ തയ്യാറാക്കുന്നുണ്ട്, ഞാനും നിരഞ്ജന മാഡം പല്ലവിയും കൂടെ ചേർന്നിട്ട്. അപ്പൊ ഞങ്ങളോടൊപ്പം ആൺ ടീച്ചറും കൂടെ ചേരാൻ പറ്റുമോന്ന് സേതു ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആൺ ടീച്ചർ പറഞ്ഞു, അവനെ കൊടുക്കാനല്ലേ ഞാൻ ചേരാം, എന്റെയും കൂടി ഇപ്പൊ ഒരു ആവശ്യമായി തീർന്നിരിക്കും അത്. അവനങ്ങനെ പറ്റിച്ച് കടന്നു കളയാൻ ശ്രമിക്കണ്ട, എന്ത് വേണം നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാന്ന് പറയാണ്. അങ്ങനെ അവർ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുവാണ്. ഈ സമയം ഇന്ദ്രൻ രാജലക്ഷ്മിനെ വിളിക്കുകയാണ്. രാജലക്ഷ്മിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ, എനിക്കിവിടെ മടുത്തു, എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുവെന്ന് പറയാം. എടാ ഇന്ദ്ര, നീ ഇത് എന്ത് വർത്താനാ പറയണേ? ഇങ്ങനെ പെട്ടെന്ന് ചാടി വന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ച് ദിവസം കൂടെ നീ ക്ഷമിക്കാൻ പറയണം. അമ്മേ, പല്ലവി അവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുന്നേ? എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, കാണാൻ കൊതിയാകുമെന്ന് പറയാം. ദേ, കാണാൻ നിന്റെ കൊതി ഇപ്പൊ തൽക്കാലത്തേക്ക് നീ കാണണ്ട. അങ്ങനെ കാണാൻ വന്നിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ. അവള് നിന്നെ പിടിച്ച് പോലീസിന് കൊടുക്കും. പിന്നെ അവൾക്ക് ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും. നിന്നെ പിടിച്ച് പോലീസുകാരകത്തിടും. ഇത്രയും ദിവസം നീ മാറി നിൽക്കുമായിരുന്നു വരും. വക്കീല് ബാധിക്കുകയും ചെയ്യും. കാരണം ഇത്രയും ദിവസം പല്ലവിനെ കളിപ്പിക്കാൻ വേണ്ട നീ മാറിയെന്നുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് കോടതി ഡിവോഴ്സ് വാങ്ങാനായിട്ട് എളുപ്പമായിരിക്കും കാര്യങ്ങൾ. നിനക്ക് മാനസിക രോഗം ഉണ്ടെന്ന് അവൾ വരുത്തി തീർക്കുകയും ചെയ്യും. അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയണം. അമ്മേ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഞാൻ ആലോചിക്കട്ടെ എന്നിട്ട് പറഞ്ഞാ, അന്നൊരു കാര്യം ചെയ്യാം, വൈകുന്നേരമേ നാഗത്തറയില് കളവെഴുത്തും പാട്ടുമുണ്ട്, നീ അങ്ങോട്ടേക്ക് വാ. പക്ഷെ നിന്റെ ഈ കോലത്തിൽ വരണ്ട, നീ വരുന്നേ വേഷം മാറി വേണം വരാനായിട്ട്. ഓ, മനസ്സിലായി മനസ്സിലായി, പ്രച്ഛന്ന വേഷം അല്ലേ? പണ്ടേ തൊട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഈ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ വേഷം മാറി അങ്ങോട്ട് വരാം. അപ്പൊ എനിക്ക് കാണാൻ പറ്റൂല എന്റെ പല്ലുവിനെ. എടാ, നീ ഇതിലായിട്ട് നിന്റെ പെറ്റമ്മേനെ കാണണമെന്ന് പറയുന്നില്ലോ, നിന്റെ ഭാര്യനെ കാണണമെന്ന് മാത്രമേ പറയുന്നുള്ളല്ലോ. അത് പിന്നെ എത്രയാന്ന് പറഞ്ഞാൽ പെറ്റമ്മേനെക്കാളും പ്രാധാന്യം കൂടുതൽ ഭാര്യയ്ക്കല്ലേന്ന് ചോദിക്കണം. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരോടായിരിക്കും സ്നേഹക്കൂടുതൽ. അല്ല അമ്മ, ആരോട് വേണം ചോദിച്ചു നോക്കാൻ പറയാം. അതെ അതെ, ഒരു ഭാര്യ വന്നിരിക്കുന്നു. അമ്മേ, ഭാര്യനെ അമ്മേനെയും കൂടെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലേ ഭർത്താക്കന്മാരെ ഭാര്യമാർക്കായിരിക്കും സ്ഥാനം കൂടുതൽ കൊടുക്കുന്നതെന്ന് പറയാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് രാജലക്ഷ്മി അങ്ങോട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു അച്ചു. ആണെങ്കിൽ അച്ഛൻ്റെ മനസ്സിലേക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെയാണ്. നിഖിലുമായിട്ടുള്ള കല്യാണം അടുക്കും തോറും ഓരോ ദിവസം ടെൻഷൻ കൂടി വരിക. ആ സമയം പൂർണ്ണിമയും ബേ ചേച്ചിയും കൂടെ പല്ലവിക്കല്ല അച്ഛന് കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ചെറിയ ബാഗിനകത്തേക്ക് കൊടുത്തു വിടണമല്ലോ. അപ്പൊ അതിനു വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. ബേ ചേച്ചി ചോദിച്ചു, ഇനിയിപ്പോ എന്തെങ്കിലും എടുത്തു വെക്കേണ്ടതുണ്ടോന്ന് ചോദിക്കാം. അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടീനെ കെട്ടിച്ചു വിടാൻ നേരത്തെ എന്തൊക്കെ നോക്കണോ അല്ലേ? അല്ല, പെൺപിള്ളേരുണ്ടായി കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ കെട്ടി അങ്ങോട്ട് പോവുകയും ചെയ്യും, പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നു പറയാം. ഇത് കേട്ടും ബേബി ചേച്ചി പറഞ്ഞു, അതെ പൂർണ്ണേച്ചി എന്തിനാ വിഷമിക്കണേ? സേതു ഉണ്ടല്ലോ ഇവിടെ, പിന്നെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണേ. അപ്പോഴേക്കും അങ്ങോട്ട് അച്ചു വന്നു. അച്ചു വന്നപ്പോഴും ബേബി ചേച്ചി പറഞ്ഞു, മോൾക്ക് ഉണ്ടാവുള്ള സാധനങ്ങളാ, ഇനി എന്തെങ്കിലും വേണമെന്ന് നോക്കാൻ പറയണം. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയണം. അന്തമ്മള അങ്ങനെ പറഞ്ഞേ, എന്തോ എനിക്കൊരു സുഖം തോന്നുന്നില്ല അമ്മേന്ന് പറയാം. എന്താ എന്റെ മോൾക്ക് പറ്റിയത്? എന്തെങ്കിലും വിഷമം ഉണ്ടോന്ന് ചോദിക്കാം. എനിക്കറിയില്ല അമ്മേ, എനിക്ക് കല്യാണം ഒന്നും വേണ്ടാരും തോന്നുക. എനിക്കിപ്പോ തോന്നേ കല്യാണം കഴിച്ച് ഇവിടെ നിൽക്കാൻ പറ്റുന്ന ആരെങ്കിലും കെട്ടിയാൽ മതിയായിരുന്നാ തോന്നേ. അച്ഛൻ്റെ മനസ്സിലേക്ക് ശ്രീഹരിയുടെ മുഖം വരുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ അത്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിന്നേരം, പക്ഷെ എനിക്ക് വേറെ വീട്ടിൽ പോകണമെന്ന് ഒട്ടും താല്പര്യമില്ല അമ്മയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമയ്ക്കും വല്ലാത്ത വിഷമമായി. പൂർണ്ണിമ പറഞ്ഞു, അത് സാരമില്ല മോളെ,
എപ്പോഴാണെങ്കിലും കല്യാണം കഴിച്ച് പോകണ്ടല്ലേ, പെണ്ണായി പറഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും പറയാ. എനിക്ക് എൻ്റെ അമ്മയുടെ അനിയത്തിമാരുടെയും കൂടെ നിന്നാൽ മതി എന്നൊരു തോന്നൽ വരുക. കല്യാണം കഴിച്ച് പോകാനൊന്നും എനിക്ക് താല്പര്യമില്ലമ്മേന്ന് പറയാണ്. ഇത് കേട്ടത് പൂർണ്ണിമയ്ക്ക് വിഷമായി. പിന്നീട് അച്ഛൻ അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് പൂർണ്ണിമയോട് ചേച്ചി പറഞ്ഞു, മോൾക്ക് നല്ല വിഷമമുണ്ടെന്ന് തോന്നേ. ഇത് കഴിഞ്ഞ് പൂർണ്ണിമ പറഞ്ഞു, അത് ശരിയാ, എന്താണെന്നറിയത്തില്ല, ഋതുവായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അച്ചു പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ്. 3 മക്കളുണ്ടെങ്കിലേ കാര്യം ഋതുവിനാണ്. ഋതു ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാ, പക്ഷെ അച്ചു അങ്ങനെയല്ല. ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടുണ്ടെ അവിടെ കേട്ടോണ്ട് നിൽക്കത്തുള്ളൂ. പക്ഷെ ഋതു തിരിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയും. അവളുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനല്ല, പക്ഷെ ഇവളുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷന് എന്നൊക്കെ പറയുവാണ്. ഈ സമയത്ത് പല്ലവി രാവിലെ ഒരുങ്ങി പോകാനായിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാജലക്ഷ്മി വരുന്നത്. അല്ല, എങ്ങോട്ടാ രാവിലെ എന്നെ എഴുന്നള്ളത്തെന്ന് ചോദിക്കാം. അതെ, എനിക്ക് പോകേണ്ട സ്ഥലത്ത് പോകണമെന്ന് പറയാം. ഓ, തോന്നും വരാനും തോന്നും പോകാനും സത്രമൊന്നുമല്ല, ഇവിടെ ചില രീതികളൊക്കെ ഉണ്ടെന്ന് പറയണം. ഓ, എന്ത് രീതികളാണ് പോലും. മാനസികാരോഗ്യമുള്ള മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന രീതികളായിരിക്കും അല്ലേന്ന് ചോദിക്കാം. എടീന്ന് പറഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം പല്ലവി പറഞ്ഞു, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മോനെ ആദ്യം വിളിച്ചു വരുത്താൻ പറയണം. എന്റെ മോനെ? ഏത് മോനെ? ഇന്ദ്രനെ. അതിന് അവനിവിടെ ഇല്ലല്ലോ. ആ, അതാ പറഞ്ഞേ, അവൻ ജീവിച്ചിരിപ്പണെന്ന് എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാന്ന് പറയണം. ഇത് കേട്ടതിന് രാജലക്ഷ്മി പറഞ്ഞു, നീ കുറച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന എനിക്ക് അറിയാൻ ചെയ്യാം, നിന്റെ സ്വഭാവം അത്ര നല്ലതാണല്ലോ എന്ന് പറയും. ദേ, എന്റെ സ്വഭാവത്തെ വെറുതെ കുറ്റം പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മകന്റെ സ്വഭാവം കൊള്ളില്ലാത്തതിന് എന്റെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ആ രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നേ, അല്ലെ ഞാൻ ഇവിടെ കണ്ടേനോന്ന് പറയണം. കേട്ടപ്പോ രാജലക്ഷ്മി പറഞ്ഞു, അതൊക്കെ പോട്ടെ, നീ ഇവിടെ നിൽക്കണമെങ്കിലേ പണ്ടത്തെ പോലെ നിൽക്കാൻ പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യണം, എനിക്ക് എഴുതി തരണം. ഒരു വക്കീലിന്റെ മുൻപാകെ ചെന്നിട്ട് ഞാനല്ല ഇനി നീ ഡിവോഴ്സ് കേസുമായിട്ട് മുന്നോട്ട് പോകത്തില്ലെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി നോക്കി, ഇവര് മനഃപൂർവ്വം കുരുക്കിടുവാന്ന് മനസ്സിലായി. കാരണം താൻ ഡിവോഴ്സിന് പോവരുത്, ഇന്ദ്രനോടൊപ്പം ജീവിക്കണം, അന്നേരം ഇന്ദ്രൻ തിരിച്ചു വരും. അതാ ഇവരുടെ മനസ്സിലുള്ള ഐഡിയ. എന്താ, നിനക്ക് സമ്മതമാണെന്ന് ചോദിക്കുക. അങ്ങനെ സമ്മതമാണെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവി ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞ് സമ്മതമാണെന്ന് പറയാണ്. ആഹാ, കൊള്ളാലോ, പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്നറിയോ? എന്താ? നിങ്ങള് മകനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരാതി കൊടുത്തിട്ടില്ലേ, അത് പിൻവലിക്കണമെന്ന് പറയാണ്. പിൻവലിക്കാനാ? അതെ. അതെങ്ങനെ പിൻവലിക്കും? അതിന് അവൻ തിരിച്ചു വന്നിട്ടില്ലല്ലോ. അതിനവൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവൻ വരാത്തല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ടെ മാത്രമേ നിങ്ങൾ പറഞ്ഞ പേപ്പറിൽ ഒപ്പിട്ട് തരുള്ളൂ, ഇല്ലെങ്കിൽ വെറുതെയാ. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് പല്ലവി അങ്ങ് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും രാജലക്ഷ്മി പുറയുന്ന വിളിച്ചിട്ട് പറഞ്ഞു, അതെ, നീ പറയുന്നത് എനിക്ക് സമ്മതമാണ്, ഞാൻ ആ കേസ് പിൻവലിക്കാന്ന് പറയണം. ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളെ ഞാനും ചെയ്തു തരാന്ന് പറയാ. നീ കാര്യം അവസാനം ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന ചോദിക്കും. അതിന് രാജലക്ഷ്മി അല്ലല്ലോ ഞാൻ, എന്റെ പേര് പല്ലവി എന്നല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് വിശ്വജിത്തും അംബികാമ്മയും കൂടെ വരുന്നത്. അവര് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വജിത്തിനോട് രാജലക്ഷ്മി വെച്ചു, എടാ മോനെ, നാഗത്തറയിലെ കാര്യങ്ങളോ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായെന്ന് ചോദിക്കും. പൂർത്തിയായെന്ന് പറയണ. പെട്ടെന്ന് രാജലക്ഷ്മി പറഞ്ഞു, അതെ, ഇന്ന് വൈകുന്നേരം നാഗത്തറയില് കളവെളുത്തും പാട്ടുമൊക്കെ ഉണ്ട്, നീയും വരണം കേട്ടോ പല്ലവി എന്ന് പറയാണ്. ഇത് കേട്ടോ പല്ലവി ഒന്നും മിണ്ടില്ല. അംബികാമ്മ വന്നിട്ട് പറഞ്ഞു, മോളെ നല്ലതാ കളവെഴുത്തും പാട്ടും കൂടുന്നത്, നല്ല ഭംഗിയുണ്ട് കാണാനും, നമുക്ക് ഒരുമിച്ച് പോവാം, മോള് വരണമെന്ന് പറയാണ്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നാഗത്തറയിലേക്ക് എല്ലാം ചെന്ന് ഇറങ്ങുവാണ്. അങ്ങനെ പല്ലവി ഇറങ്ങി ചെന്നേ പല്ലവിക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ വെച്ച് വലിയ ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുറത്ത് കുറച്ച് മാറി സേതു ഉണ്ടായിരുന്നു. സേതുവിന്റെ അടുത്തേക്ക് ആൻ ടീച്ചർ വരുവാണ്. ആൻ ടീച്ചർ വന്നപ്പോൾ സേതു വെച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കുക. അതേന്ന് പറയാണ്. പിന്നീട് സേതു ഒരു ഇയർഫോൺ എടുത്ത് കൊടുക്കുവാണ്. ഇത് വെച്ചോളാൻ പറയാണ്. കാരണം എന്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, എന്തേലും എന്തുണ്ടെങ്കിൽ, കാരണം എപ്പോഴും ഫോൺ എടുത്തിട്ട് സംസാരിക്കണ്ട, ഇത് ചെവി വെച്ചാൽ മതി, പതുക്കെ പറഞ്ഞാൽ മതി, എനിക്കിവിടെ കേൾക്കാം, എന്റെ കയ്യിൽ ഇതുപോലെ ഒരെണ്ണം ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ ആ സംഗതികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ആൻ ടീച്ചറെ അങ്ങോട്ട് വിടുന്നത്. കാരണം അങ്ങോട്ടേക്ക് ഇന്ദ്രൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്ദ്രൻ വേഷം മാറി എങ്ങനെയെങ്കിലും വരുമെന്നറിയാം. അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ വരാതിരിക്കില്ലല്ലോ. അങ്ങനെ ആൻ ടീച്ചർ അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം പല്ലവി അങ്ങോട്ടേക്ക് ചെന്നു. പല്ലവിയുടെ കൂടെ രാജലക്ഷ്മി ഉണ്ടായിരുന്നു. രാജലക്ഷ്മിനെ കണ്ടതും പരിചയത്തിലുള്ള ഒരു പുള്ളിക്കാരത്തി വന്നിട്ട് ചോദിച്ചു, ഇതാരാ? ഇതെന്റെ മരുമോളോ? അപ്പം മരുമോള് കൂടെ ഉണ്ടായിരുന്നു ചോദിക്കും. പിന്നെ കൂടെ ഇല്ലാതെ അവൾ എവിടെ പോവാനാ? അല്ല, പിണങ്ങിപ്പോയെന്നോ മറ്റൊക്കെ പറയുന്ന കേട്ടല്ലോ വീട്ടിൽ നിന്ന്, കല്യാണത്തിന്റെ ആദ്യ രാത്രി തന്നെ. അതൊക്കെ ചുമ്മാ അസൂയക്കാരി പറയുന്നാന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ കേട്ട കാര്യമാന്ന് പറയണ. പിന്നെ അസൂയക്കാർക്ക് എന്താ പാടില്ലാത്ത? എന്റെ മരുമോളെ ഞാൻ പൊന്നുപോലെ നോക്കണേ, അവൾ എന്റെ വീട്ടിലുണ്ടെന്ന് പറയാ. അല്ലെങ്കിൽ ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവള് വീട്ടിൽ കാണത്തില്ലോ എന്ന് പറയാ, എന്നോടൊപ്പം കാണത്തില്ലോ എന്ന് പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവര് സംശയത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, അല്ല ഇന്ദ്രൻ വന്നിട്ടില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അവൻ ജോലി സമ്മതമായിട്ട് പോയേക്കുമെന്ന് പറയണം. ഓ,
ഇന്ദ്രനെ കുറിച്ചുള്ള വാർത്തകൾ ഞങ്ങൾ കേട്ടായിരുന്നു, ന്യൂസിനകത്ത് കണ്ടായിരുന്നു. എന്നിട്ട് ഭർത്താവിനെ തള്ളിയിട്ടത് ഭാര്യയാന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നല്ലോ പുഴയിലേക്ക്. അതിനെക്കുറിച്ച് എന്താ ചേച്ചി പറയാനുള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു അവസ്ഥയായി രാജലക്ഷ്മിക്ക്. എന്ത് പറയണമെന്ന് അറിയത്തില്ല. അതെ, നിങ്ങൾ കൂടുതൽ വിസ്തീരിക്കാനൊന്നും പോണ്ട, നിങ്ങൾ പണി പോയി നോക്കിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത പറഞ്ഞിട്ട് വാ മോളെ എന്ന് പറഞ്ഞ് പല്ലവീനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നാഗത്തലയുടെ അവിടെ ചെന്ന് നിൽക്കുവാണ്. അപ്പൊ കളവെഴുത്തും പാട്ടിനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. ഈ സമയത്ത് ആൻ ടീച്ചർ അവിടെ വന്ന് നിന്നു. പെട്ടെന്ന് പല്ലവി ഇങ്ങനെ നോക്കുകയാണ്. ആൻ ടീച്ചർ നിൽക്കുന്നുണ്ട്. രാജലക്ഷ്മി വെച്ച് നീ എന്താ നോക്കണേന്ന് ചോദിക്കുക. അയ്യോ, എൻ്റെ കോളേജിൽ ഒരു ടീച്ചർ വരുമെന്ന് പറഞ്ഞായിരുന്നു, ആൻ ടീച്ചർ. എന്നിട്ട് വന്നിട്ടുണ്ടോന്ന് ചോദിക്കുക. ദേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പൊ ആൻ ടീച്ചർക്ക് മനസ്സിലായി അതാണ് രാജലക്ഷ്മി എന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.